ഹലോ എവ്രി വൺ. ഞാനിന്ന് ഉള്ളിത്തീയലാണ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ, ഒരു 8 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തേങ്ങ നല്ല ഫ്രൈ ആയി വരുമ്പോൾ ഒരുപാട് കരിയുന്ന പോലെ ആയി പോകരുത്. തേങ്ങയുടെ അരോമ നിൽക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് മസാലാസ് ആഡ് ചെയ്തിട്ടുണ്ട്. പാൻ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. വറ്റൽമുളക് ഞാൻ 8 എണ്ണത്തോളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പൈസ് ലെവൽ കുറച്ചുകൂടെ കുറഞ്ഞ് മതിയെങ്കിൽ വറ്റൽമുളകും മുളക് പൊടിയും അതിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. പാൻ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞ് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. സമയം കൊണ്ട് നമുക്ക് ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൺചട്ടിയിൽ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, കറിവേപ്പില ഇട്ട് താളിച്ചതിന് ശേഷം ഒരു 15 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഈ ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റി വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ മസാലയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. കുറച്ച് പുളിവെള്ളവും കൂടി. നല്ല മണമുണ്ട്. നല്ല ഒരു അടിപൊളി ഉള്ളിത്തീയൽ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.